Hi students, good morning. Welcome to a Dream Classroom. Today we are discussing about Unit 3, Block 3, Unit 1. Block 3 le Unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സരോജിനി നായിഡു എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സരോജിനി നായിഡുവിൻ്റെ കാര്യങ്ങളും പിന്നെ എന്താണ് ഈ ഒരു ബ്ലോക്ക് 3 നമ്മൾ പോയട്രികളാണ് കേട്ടോ. അതായത് പോയട്രികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സരോജിനി നായിഡു ഉണ്ട്, നിസീം ഇസേക്കിലുണ്ട്. ഈ ഒരു യൂണിറ്റ് ബ്ലോക്കിലെ കാര്യങ്ങളാണ് കേട്ടോ. നിസീം ഇസേക്കിലുണ്ട്, പിന്നെ AK രാമാനുജനും ഉണ്ട്. ഈ ഒരു ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സരോജിനി നായിഡു, നിസീം ഇസേക്കിൽ, AK രാമാനുജൻ ആൻഡ് കമലദാസ്. ഇങ്ങനെ 4 യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് സരോജിനി നായിഡുവും പിന്നെ സരോജിനി നായിഡുവിൻ്റെ 3 പോയംസുമാണ് കേട്ടോ. സരോജിനി നായിഡു ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ, ജെനസിസ് ഓഫ് ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്. അതായത് ഒരു ഇന്ത്യൻ പോയട്രി, അതായത് ഇംഗ്ലീഷിലേക്കുള്ള ഇന്ത്യൻ പോയട്രിയുടെ ഉദ്ഭവത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 21st സെഞ്ച്വറി ഇംഗ്ലീഷ് ബിക്കം സ്റ്റേബിൾ അല്ലേ. 21st സെഞ്ച്വറിയിലാണ് നമ്മൾ ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് എന്താണ്, സ്റ്റേബിളായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് 21st സെഞ്ച്വറി. ഇന്ത്യൻ റൈറ്റിംഗ് poetry was the product of a large culture or civilization encounters between Britain and India. എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്താണ്, വാസ് പ്രൊഡക്റ്റ് ഓഫ് എ ലാർജ് കൾച്ചർ ഓർ സിവിലൈസേഷൻ എൻകൗണ്ടർ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും ഇടയിലുള്ള എന്താണ് സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റാണ് എന്ത്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. നമ്മൾ ഇന്ത്യയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ആണ് അല്ലേ ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു അതിൻ്റെ രണ്ടിൻ്റെ, അതായത് ബ്രിട്ടൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഇടയിലുള്ള ഒരു ലാർജ് കൾച്ചറിൻ്റെയും സിവിലൈസേഷൻ്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റാണ് എന്ത്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറഞ്ഞത് കേട്ടോ. ബ്രിട്ടീഷ് ഇമ്പീരിയലിസം സ്റ്റാർട്ടഡ് ബൈ കോൺസെൻട്രേറ്റിംഗ് ഓൺ ട്രേഡ്. എന്താണ് ബ്രിട്ടീഷുകാർ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, ട്രേഡ് അല്ലേ. അതായത് വ്യാപാരമാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം കോൺസെൻട്രേറ്റ് ആദ്യം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതിലാണ്, ട്രേഡിലാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. പോളിസി ഓഫ് നോൺ ഇൻ്റർഫറൻസ് വിത്ത് ദ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്താണ് ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് അവർ. എന്താണ് പോളിസി ഓഫ് നോൺ ഇൻ്റർഫറൻസ്, അതായത് വിത്ത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ റിലീജിയസും അതേപോലെ മതപരമായിട്ടും പിന്നെ എന്താണ് കൾച്ചറലി ആയിട്ടുള്ള ട്രഡീഷനിൽ ഇൻ്റർഫിയർ ചെയ്യില്ല എന്നുള്ള ഒരു പോളിസി അവർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പോളിസി ഓഫ് നോൺ ഇൻ്റർഫറൻസ് വിത്ത് ദ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ് ഓഫ് പീപ്പിൾ. 1575 എന്താണ് 1757 സോറി കേട്ടോ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി വന്നിട്ടുണ്ട് അല്ലേ. പ്ലാസിയുടെ യുദ്ധങ്ങൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ എന്താണ്, ട്രെയിൻഡ് ആർമി ഓഫ് ഇന്ത്യൻ ഡിഫീറ്റഡ് ദ ആർമി ഓഫ് സിറാജുൽ ദൗള ദ നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജുൽ ദൗളയുടെ എന്താണ് ആർമിയെ നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ആർമി എന്താണ് ഡിഫീറ്റ് ചെയ്തു. എപ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ അല്ലേ. ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ 1757 നവാബ് ഓഫ് ബംഗാളിലെ സിറാജ് ഉദ്ദൗളയുടെ ആർമികൾ നമ്മുടെ ഇന്ത്യൻ ആർമി അവരെ ഡിഫീറ്റ് ചെയ്തു. ഇന്ത്യാസ് വെൽത്ത് വാസ് സിസ്റ്റമാറ്റിക്കലി എക്സ്ട്രാക്റ്റഡ് ആൻഡ് എക്സ്പ്രോറിയേറ്റഡ് ബൈ ബ്രിട്ടൻ. എന്താണ് ഇന്ത്യയുടെ വെൽത്ത് എന്താണ് സിസ്റ്റമാറ്റിക്കലി എക്സ്ട്രാക്റ്റഡ് ആൻഡ് എക്സ്പ്രോപ്രിയേറ്റഡ് ബൈ ബ്രിട്ടനിലൂടെ എന്താണ് ഇന്ത്യയുടെ വെൽത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു അല്ലേ ബ്രിട്ടൻസ്. ബ്രിട്ടീഷ് ബിൽഡ് ദ എന്തൊക്കെയായിരുന്നാലും എന്താണ് ബ്രിട്ടീഷുകാർ നമുക്ക് കുറേ നല്ല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ. ബ്രിട്ടീഷ് ബിൽഡ് ദ റെയിൽവേ ആൻഡ് ഡെവലപ്പ് ദ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സിസ്റ്റം. ദേ ബിൽഡ് കനാൽസ് ആൻഡ് ഡെവലപ്ഡ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സം ഏരിയാസ്. എന്താണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, റെയിൽവേ, അതായത് ഒരു റെയിലിലുള്ള ഒരു ഗതാഗതം, റെയിൽവേ എന്താണ് അവർ ഉണ്ടാക്കിയെടുത്തതാണ് ബ്രിട്ടീഷുകാർ. പിന്നെ എന്താണ്, ഡെവലപ്പ് ദ പോസ്റ്റ് ആൻഡ്
ടെലഗ്രാഫ് സിസ്റ്റം, പോസ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ടെലഗ്രാഫ് സിസ്റ്റം ഒക്കെ, റെയിൽവേ, പോസ്റ്റ്, ടെലഗ്രാഫ് സിസ്റ്റം ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത് ആരാണ്? ബ്രിട്ടീഷുകാരല്ലേ. They built canals and developed Indian infrastructure in some areas. അവർ കുറേ കനാലുകളൊക്കെ ഉണ്ടാക്കി എന്താണ്, ആൻഡ് ഡെവലപ്ഡ് ഇന്ത്യ ചില ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. ആര്? ബ്രിട്ടീഷുകാരല്ലേ. ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്. മിനിറ്റ് ഓഫ് മക്കോളെ ഇൻ 1837 മിനിറ്റ് ഓഫ് മക്കോളയിലെ എന്താണ് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? ബ്രിട്ടനുകാരാണ് ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എപ്പോൾ? മെക്കോള മിനിറ്റിലൂടെ 1837 മെക്കോള മിനിറ്റിലൂടെയാണ് എന്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ഇംഗ്ലീഷ് ഹാഡ് എ സിവിലൈസിങ് ആൻഡ് മോഡേണൈസിങ് മിഷൻ ഇൻ ഇന്ത്യ. എന്താണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആ ഒരു ലാംഗ്വേജിന് എന്താണ് നമ്മളെ ഇന്ത്യയിൽ ഒരു സിവിലൈസിങ് അതേപോലെ മോഡേണൈസിങ് മിഷനും നമ്മളെ കൊടുക്കുന്നുണ്ടല്ലേ. ഇംഗ്ലീഷിന് എന്താണ് ഒരു സിവിലൈസിങ്ങോ അല്ലെങ്കിൽ മോഡേണോ ആയിട്ടുള്ള ഒരു മിഷൻ നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിച്ചു. മെക്കോളെ വാസ് അവെയർ ഓഫ് ദ ഗ്രോയിങ് പവർ ആൻഡ് സ്പ്രെഡ് ഓഫ് ദ ഇംഗ്ലീഷ്. മെക്കോളെ എന്താണ് ഈ ഒരു ഇംഗ്ലീഷിന്റെ സ്പ്രെഡും അതേപോലെ ആ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ ഒരു പവറൊക്കെ മെക്കോളേക്ക് എന്താ അതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് ബോധ്യം ആർക്കുണ്ടായിരുന്നു? മെക്കോളേക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു വ്യാപനം അതിൻ്റെ ആ ഒരു ഗ്രോത്തിനെ പറ്റിയൊക്കെ നല്ലൊരു അറിവുണ്ടായിരുന്നു ആർക്ക്? മെക്കോളേക്ക്. എന്താണ് ഒരു 3 യൂണിവേഴ്സിറ്റികളെ പറ്റി പറയേണ്ടതില്ലല്ലേ. എന്തൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ 1857 ഒരു 3 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലേ 1857 കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ 3 യൂണിവേഴ്സിറ്റികളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്? നാച്ചുറലി ഇറ്റ് വാസ് ഫ്രം ദ ക്ലാസ് ദാറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് കം. ഇങ്ങനെ ഈ ഇംഗ്ലീഷിന്റെ വരവോട് കൂടിയാണ് എന്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയതല്ലേ. ഇത്രയാണ് ഒരു ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷിന്റെ ഒരു ഉത്ഭവത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് അല്ലേ. മെക്കോള മിനിറ്റിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ആ ഒരു മെക്കോള മിനിറ്റിലൂടെയാണ് എന്ത് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? നമ്മളിതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ സരോജിനി നായിഡുവിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സരോജിനി നായിഡു, ഷി വാസ് ബോൺ ഇൻ 13 ഫെബ്രുവരി 1879. 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡു ജനിക്കുന്നത്. ഫാദർ ആരാണ്? അഘോരനാഥ് ചാറ്റോപാധ്യായ. എന്താണ് ഫാദറിന്റെ പേരാണ്? അഘോരനാഥ് ചാറ്റോപാധ്യായ. സയന്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. ഒരു സരോജിനി നായിഡുയുടെ ഫാദർ ആരാണ്? സയന്റിസ്റ്റും ആണ്, അതേപോലെ ഒരു ഫിലോസഫറും ആണ് അല്ലേ. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ നിസാം കോളേജ് ഹൈദരാബാദ്. ഹൈദരാബാദിലുള്ള നിസാം കോളേജിന്റെ ഫൗണ്ടർ ആണ് ആര്? സരോജിനി നായിഡുവിന്റെ അച്ഛനായിട്ടുള്ള അഘോരനാഥ് ചാറ്റോപാധ്യായ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലേ. മദർ ആരാണ്? അമ്മയാണ് സുന്ദരി ദേവി. എന്താണ് അമ്മയുടെ പേരാണ്? ഭരതസുന്ദരി ദേവി. ആര്? ഭരതസുന്ദരി ദേവി. സരോജിനി നായിഡുവിന്റെ അമ്മ ആരാണ്? ഒരു പോയറ്റസ് ആണ്. ബംഗാളിലാണ് അവരെ എഴുതിയിരുന്നത് അല്ലെ. പോയറ്റസ് ആണ്, ബംഗാളി റൈറ്റർ ആണ്. ആര്? ഭരത സുന്ദരി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള സരോജിനി നായിഡുവിന്റെ അമ്മ. സരോജിനി വാസ് ദ എൽഡസ്റ്റ് എമംഗ് 8 സിബ്ലിങ്സ്. എന്താണ് 8 സഹോദരന്മാരില് മൂത്ത ആളാണ് ആര്? സരോജിനി അല്ലെ. നോൺ ആസ് ഭാരതീയ കോകില ഓർ ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. എന്താണ് സരോജിനി നായിഡു അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ അല്ലെ. അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ ഭാരതീയ കോകില അല്ലെ. ഷീ വാസ് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്, പ്രൊഫിഷ്യൻ്റ് ഇൻ ഉറുദു, തെലുങ്കു, ഇംഗ്ലീഷ്, ബംഗാളി ആൻഡ് പേർഷ്യൻ അല്ലെ. നല്ലൊരു കഴിവുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആരും? സരോജിനി നായിഡു. എന്തൊക്കെ ലാംഗ്വേജുകളിൽ പ്രൊഫിഷ്യൻ്റ് ആണ് സരോജിനി നായിഡു? ഉറുദു, തെലുങ്കു, ഇംഗ്ലീഷ്, ബംഗാളി ആൻഡ് പേർഷ്യൻ. ഈ ലാംഗ്വേജിലൊക്കെ സരോജിനി നായിഡു നല്ല അറിവുള്ള ഒരാളായിരുന്നു അല്ലേ. അറ്റ് ദ ഏജ് ഓഫ് 12, 12-ാം വയസ്സിൽ എന്താണ് അറ്റൈൻഡ് നാഷണൽ ഫെയിം. എന്താണ് 12-ാം വയസ്സിൽ സരോജിനി നായിഡു ഒരു നാഷണൽ ഫെയിം അറ്റൈൻ ചെയ്തെടുത്തു അല്ലേ. എന്താണ് ഷീ ടോപ്ഡ് ദ
മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ അറ്റ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മെട്രിക്കുലേഷൻ എക്സാമിൽ ടോപ്പറായിട്ട് മാറിയതോടുകൂടി എന്താണ് ഒരു നാഷണൽ ഫെയിം അവൾ അറ്റൈൻ ചെയ്തു അറ്റ് ദ ഏജ് ഓഫ് 12. ഹെർ ഫാദർ വാണ്ടഡ് ഹെർ ടു ബിക്കം മാത്തമാറ്റീഷ്യൻ ഓർ സയൻറ്റിസ്റ്റ്. സരോജിനി നായിഡു അച്ഛന് ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫറാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഫാദർ ആഗ്രഹിച്ചിരുന്നത് എന്താണ് സരോജിനി നായിഡു ഒരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യനോ ആകണമെന്നായിരുന്നു. പക്ഷെ എന്താണ് ഷീ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി. പക്ഷെ എന്താണ് അവൾക്ക് അമ്മയെ പോലെ ഒരു പോയട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായി തീരാനായിരുന്നു ഇഷ്ടമല്ലേ. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ് ഇൻ ഇംഗ്ലീഷ്. എന്താണ് അവൾ ഇംഗ്ലീഷിൽ പോയംസ് എഴുതാൻ തുടങ്ങിയല്ലേ. അങ്ങനെ ഹെർ പോയട്രി ഇംപ്രസ്ഡ് ബൈ നിസാം ഓഫ് ഹൈദരാബാദ് ആൻഡ് ഗാവ് ഹെർ എ സ്കോളർഷിപ്പ് ടു സ്റ്റഡി അബ്രോഡ്. എന്താണ് ഇംഗ്ലീഷിൽ പോയംസ് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ പോയംസ് ഹൈദരാബാദിലുള്ള നിസാം എന്ന് പറഞ്ഞ ആളിൽ വളരെയധികം ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തു. അതോടുകൂടി എന്താണ് അദ്ദേഹം അവൾക്ക് അതായത് സരോജിനി നായിഡുവിന് അബ്രോഡിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് കൊടുത്തു. അറ്റ് ദ ഏജ് ഓഫ് 16 16 വയസ്സിൽ എന്താണ് ഷീ ട്രാവൽ ടു ഇംഗ്ലണ്ട്. അങ്ങനെ ആ ഒരു അബ്രോഡിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയതോടുകൂടി എന്താണ് 16 വയസ്സിൽ സരോജിനി നായിഡു ഇംഗ്ലണ്ടിലേക്ക് പോയി അല്ലേ. ദർ ഷീ മെറ്റ് ആർതർ സൈമൺ ആൻഡ് എഡ്മണ്ട് ഗോസെ. അവിടെ വെച്ചിട്ട് എന്താണ് ആർതർ സൈമണിനെയും അതേപോലെ എഡ്മണ്ട് ഗോസേനെയും പരിചയപ്പെട്ടു അല്ലെ, കണ്ടു. എഡ്മണ്ട് ഗോസെ എന്ന് പറഞ്ഞതാണ് പോയറ്റും ഒരു ക്രിട്ടിക്കുമാണ് എഡ്മണ്ട് ഗോസെ. എഡ്മണ്ട് ഗോസെ ഇംപ്ലോർഡ് സരോജിനി ടു റിവീൽ ദ ഹേർട്ട് ഓഫ് ഇന്ത്യ. എന്താണ് എഡ്മണ്ട് ഗോസെ എന്തിനാണ് സരോജിനിനെ കൺവിൻസ് ചെയ്തത്? എഡ്മണ്ട് ഗോസെ ഇംപ്ലോർഡ് സരോജിനി ടു റിവീൽ ദ ഹാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഹൃദയത്തെ തുറന്ന് കാണിക്കാൻ വേണ്ടി ആര് എഡ്മണ്ട് ഗോസെ അവളോട് യാചിച്ചു. ഹി കൺവിൻസ്ഡ് ഹെർ ടു റൈറ്റ് ഇന്ത്യൻ തീംസ് സച്ച് ആസ് ഇന്ത്യാസ് ഗ്രേറ്റ് മൗണ്ടെയിൻസ്, റിവേഴ്സ്, ടെമ്പിൾ, സോഷ്യൽ മിലിയു ടു എക്സ്പ്രസ് ഹെർ പോയട്രി. എന്താണ് അദ്ദേഹം അവളെ കൺവിൻസ് ചെയ്തു, അതായത് സരോജിനി നായിഡുവിനെ കൺവിൻസ് ചെയ്തു എന്ത് ഇന്ത്യൻ തീമുകൾ എഴുതാൻ വേണ്ടി കൺവിൻസ് ചെയ്തു. സച്ച് ആസ് ഇന്ത്യാസ് ഗ്രേറ്റ്, എന്തൊക്കെയാണ് ഇന്ത്യൻ തീമായിട്ട് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത്? ഇന്ത്യയുടെ ഗ്രേറ്റ് മൗണ്ടെയിൻസ്, നല്ല മലകൾ, പിന്നെ റിവേഴ്സ്, പുഴകൾ, ടെമ്പിൾ, അമ്പലങ്ങൾ, സോഷ്യൽ മില്യു, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇന്ത്യയുടെ സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, ഇതൊക്കെ പോയട്രിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ എഡ്മണ്ട് ഗോസെ അവളെ കൺവിൻസ് ചെയ്തിരിച്ചു അല്ലേ. 3 ഇമ്പോർട്ടൻറ്റ് വോളിയം ഓഫ് ഹെർ പോയട്രി. സരോജിനി നായിഡുവിൻ്റെ പോയട്രിക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോളിയംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്. ഇത് 3 സരോജിനി നായിഡുവിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോളിയംസ്. ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം ആൻഡ് ദ ബ്രോക്കൺ വിങ്. മറക്കരുത് കേട്ടോ. ദ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോളിയംസ്, ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം ആൻഡ് ദ ബ്രോക്കൺ വിങ്. At the age of 15, she met Dr. Govindarajalu നായിഡു ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. എന്താണ് 15ാമത്തെ വയസ്സിൽ ഡോക്ടർ ഗോവിന്ദരാജുലു നായിഡുവിനെ കാണാനുണ്ടായി. പിന്നെന്താണ് അങ്ങനെ അദ്ദേഹത്തോട് പ്രണയം തോന്നി. ഹി വാസ് എ നോൺ ബ്രാഹ്മിൻ. എന്താണ് സരോജിനി നായിഡു എന്താണ് ബ്രാഹ്മിനാണ്. എന്താണ് അദ്ദേഹം ബ്രാഹ്മിൻ ആയിരുന്നില്ല. ഡോക്ടർ ബൈ പ്രൊഫഷൻ, എന്താണ് ജോലി എന്തായിരുന്നു? ഡോക്ടർ ആയിരുന്നു. ഹി വാസ് എ നോൺ ബ്രാഹ്മിൻ ആയിരുന്നില്ല. At the age of 19, she married him when intercaste marriage were not allowed. എന്താണ് at the age of 19, 19 വയസ്സിൽ എന്താണ് she married him during the time when intercaste marriage were not allowed. ആ ഒരു കാലഘട്ടത്തിൽ ഇന്റർകാസ്റ്റ് മാരേജ് എന്താണ്, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്റർകാസ്റ്റ് മാരേജ് അലോ ചെയ്തിരുന്നില്ല. ആരും അങ്ങനെ കാസ്റ്റ് മാറിയിട്ടൊന്നും കല്യാണം കഴിച്ചിരുന്നില്ല. പക്ഷെ എന്താണ് അറ്റ് ദ ഏജ് ഓഫ് 19ാമത്തെ വയസ്സിൽ അവള് അതായത് സരോജിനി നായിഡു അദ്ദേഹത്തെ മാരി ചെയ്തു. ഇറ്റ് വാസ് എ റെവല്യൂഷണറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്റർകാസ്റ്റ് മാരേജ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. ബട്ട് സരോജിനീസ് ഫാദർ ഫുള്ളി സപ്പോർട്ടഡ് ഹെർ ആൻഡ് സരോജിനി നായിഡു ലെഡ് എ ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് ഹാഡ് 4 ചിൽഡ്രൻ. പക്ഷേ അവളുടെ അച്ഛൻ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പം എന്താണ് അവൾ നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് നയിച്ചുകൊണ്ട് പോവുകയാണ് വിത്ത്
4 ചിൽഡ്രൻ, 4 കുട്ടികളോട് കൂടിയുള്ള നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് ജീവിച്ചുകൊണ്ട് പോയത്. ജോയിൻഡ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. പിന്നെ എന്താണ്, പിന്നെ അവള് അതായത് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ജോയിൻ ചെയ്തു. അതെന്താണ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെ, 1905 1905 നടന്ന പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ സരോജിനി നായിഡു ജോയിൻ ചെയ്തു. കോണ്ടാക്ട് വിത്ത് ഗോവ, ആ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലൂടെ എന്താണ് കുറെ കോണ്ടാക്ട്സുകൾ കിട്ടില്ലേ, നല്ല അറിയപ്പെടുന്ന ആൾക്കാരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായി. ആരൊക്കെയാണ് അത്? ഗോപാൽ കൃഷ്ണ ഗോഖലെ, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് അലി ജിന്ന, ആനി ബെസന്റ്, CP രാമസ്വാമി അയ്യർ, ഗാന്ധിജി ആൻഡ് ജവഹർലാൽ നെഹ്റു. ഇത്രയും ആൾക്കാരുമായിട്ട് ആ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ജോയിൻ ചെയ്തതോടെ ഇത്രയും ആൾക്കാരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ അവൾക്ക് സാധിച്ചു അല്ലേ. ഷീ അവേക്കൺ ദ വിമൺ ഓഫ് ഇന്ത്യ, ഷീ ബ്രോട്ട് ദം ഔട്ട് ഓഫ് ദ കിച്ചൺ. എന്താണ്, ഇന്ത്യയിലെ സ്ത്രീകളെ എന്താണ് ഉണർത്തുകയാണ് ചെയ്തത് അല്ലേ. അവേക്കൺ ദ വിമൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സ്ത്രീകളെ ഉണർത്തി കൊണ്ടുവന്നു ആര്യ? സരോജിനി നായിഡു. എന്താണ്, ഷീ ബ്രോട്ട് ദം ഔട്ട് ഓഫ് ദ കിച്ചൺ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിലെ സ്ത്രീകളെ അടുക്കളയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ് സരോജിനി നായിഡു അല്ലെ. ഷീ റീ എസ്റ്റാബ്ലിഷ്ഡ് സെൽഫ് എസ്റ്റീം ഇൻ ദ വിമൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സ്ത്രീകളുടെ സെൽഫ് എസ്റ്റീം ഒന്നും കൂടെ എന്താണ് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ സരോജിനി നായിഡു. 1925 ഷീ പ്രിസൈഡഡ് ഓവർ ദ ആനുവൽ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറ്റ് കാൺപൂർ അല്ലെ. കാൺപൂരിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള ആനുവൽ സെക്ഷനിൽ അവള് പങ്കെടുത്തു അല്ലെ. ഷീ പ്ലേഡ് എ ലീഡിംഗ് റോൾ ഡ്യൂറിങ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്. സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിൽ നല്ലൊരു റോള് ലീഡ് ചെയ്തിരുന്ന ഒരാളാണ് സരോജിനി നായിഡു സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിൽ കേട്ടോ. ആൻഡ് ജയിൽഡ് അലോങ് വിത്ത് ഗാന്ധിജി ആൻഡ് അതർ. എന്താണ്, ഗാന്ധിജിയും പിന്നെ വേറെയുള്ള ലീഡേഴ്സിന്റെ കൂടെ ജയിലിലാവുകയും ചെയ്തു ഈ ഒരു സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിൽ പങ്കെടുത്തതിനാൽ. In 1942 she was arrested during Quit India movement and jailed for 21 months with ഗാന്ധിജി. എന്താണ്, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്തതോടുകൂടി എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെ. ആൻഡ് ജയിൽഡ് ഫോർ 21 months വിത്ത് ഗാന്ധിജി. ഗാന്ധിജിയുടെ കൂടെ 21 മാസം ജയിലിലകപ്പെട്ടു അല്ലെ. ജയിലിൽ അടയ്ക്കപ്പെട്ടു ആരെ? സരോജിനി നായിഡുവിനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്തതോടു കൂടി അതിൽ അറസ്റ്റ് ചെയ്ത് 21 മാസം ഗാന്ധിജിയുടെ ഒപ്പം ജയിലിലായിരുന്നു സരോജിനി നായിഡു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സരോജിനി നായിഡു ബിക്കം ദ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. എന്താണ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായത് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്താണ് സരോജിനി നായിഡു ബിക്കം ദ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഗവർണറായി മാറിയ സരോജിനി നായിഡു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യസ് ഫസ്റ്റ് വിമൺ ഗവർണർ. എന്താണ്, ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഒരു ഗവർണർ ആയിരുന്നു ആര്? സരോജിനി നായിഡു. ഷീ ഡൈഡ് ഇൻ ഓഫീസ്. ആ ഒരു ഗവർണറുടെ ഓഫീസിലാണ് മരിച്ചത്. എപ്പോഴാണ്? 1949 മാർച്ച് 2-നാണ് സരോജിനി നായിഡു ഓഫീസിൽ വെച്ച് മരിക്കേണ്ടായത് അല്ലേ. ഹെർ പോയട്രി ഈസ് ഇമോഷണൽ ആൻഡ് പാഷനേറ്റ്. എന്താണ്, സരോജിനി നായിഡുവിന്റെ കവിതകൾ പോയട്രി എങ്ങനെയായിരുന്നു? വളരെയധികം ഇമോഷണലും അതേപോലെ പാഷനേറ്റുമായിരുന്നു. ഇൻഫ്ലുവൻസ് ഓഫ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയറ്റ്സ്. എന്താണ്, സരോജിനി നായിഡു ഇൻഫ്ലുവൻസ് ചെയ്തത് ആരെയായിരുന്നു? ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയറ്റ്സുകളായിരുന്നു സരോജിനി നായിഡു ഇൻഫ്ലുവൻസ് ചെയ്തത്. ഹെർ പോയട്രി പ്രസൻസ് എ കാലിയോഡോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ സീൻ, സൈറ്റ്, സൗണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ടു വിഷൻ ഓഫ് കളർ ആൻഡ് റിതം. എന്താണ്, ഹെർ പോയട്രി പ്രസൻസ് എ കാലിയോഡോസ്കോപ്പ്, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ചകൾ, അതാണ് കാലിയോഡോസ്കോപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സീനിന്റെ, സൈറ്റിന്റെ, സൗണ്ടിന്റെ ഒക്കെ അതേപോലെ എക്സ്പ്രഷന്റെ ഒക്കെ എന്താണ് ആ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം സരോജിനി നായിഡുവിന്റെ പോയട്രിയിലൂടെ പ്രസന്റ് ചെയ്തു. ഇൻ ടു വിഷൻ ഓഫ് കളറും റിതവും ഒക്കെ കൊടുത്തിട്ട് പ്രസന്റ് ചെയ്തിരുന്നു അല്ലേ. ഹെർ തീം ആർ ഫെമിലിയർ. എന്താണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള തീമുകളായിരുന്നു സരോജിനി നായിഡു അധികവും എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഇൻ ഹെർ പോയട്രി ഇന്ത്യൻ ഡാൻസേഴ്സ്, വാണ്ടറിംഗ് സിംഗേഴ്സ്, ഫിഷർമാൻ, പാലൻക്വിൻ ബിയറേഴ്സ്,
ബാംഗിൾ സെല്ലർ ആൻഡ് സ്നേക്ക് ചാംസ്. എന്താണ് അധികം ഫെമിലിയർ ആയിട്ടുള്ള തീമാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു അവരുടെ സരോജിനി നായിഡുവിൻ്റെ പോയട്രിയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഡാൻസേഴ്സ്, ഇന്ത്യയിലുള്ള ഡാൻസേഴ്സ്, വാണ്ടറിങ് സിംഗേഴ്സ്, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാട്ടുകാർ, പിന്നെ ഫിഷർമാൻ മീൻപിടുത്തക്കാർ, പാലങ്ക്യൂൻ ബിയറേഴ്സ്, പാലങ്ക്യൂൻ ബിയറേഴ്സ് പല്ലക്ക് ചുമക്കുന്ന ആള്, പിന്നെ ബാംഗിൾ സെല്ലേഴ്സ് വളകൾ വിൽക്കുന്നവർ, സ്നേക്ക് ചാമേഴ്സ് പാമ്പാട്ടികൾ എന്നൊക്കെ പറഞ്ഞ ഇത്രയും ക്യാരക്ടേഴ്സ് ആയിരുന്നു സരോജിനി നായിഡുയുടെ പോയട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഹെർ പോയംസ് ആർ അവൈലബിൾ ഇൻ 4 വോളിയംസ്. എന്താണ് സരോജിനി നായിഡുവിൻ്റെ പോയംസ് എങ്ങനെയായിരുന്നു? 4 വോളിയം ആയിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ്, 1905 1905 പബ്ലിഷ് ചെയ്ത ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ദ ബേർഡ് ഓഫ് ടൈം 1912, ദ ബ്രോക്കൺ വിങ് 1917 ഒക്കെ പബ്ലിഷ് ചെയ്ത വർഷങ്ങളാണ്. ദ ഫെദർ ഓഫ് ഡോൺ പബ്ലിഷ് ചെയ്തത് 1961, അതായത് പോസ്റ്റ്മസിൽ, അതായത് മരണശേഷം 1949 സരോജിനി നായിഡു മരിക്കേണ്ടായി. പിന്നെ എന്താണ് 1961 മരണശേഷമാണ് ദ ഫെദർ ഓഫ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയം പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് സരോജിനി നായിഡുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ സരോജിനി നായിഡുയുടെ ഒരു പോയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പാലങ്ക്യൂൻ ബിയറേഴ്സ്. അതായത് പാലങ്ക്യൂൻ ബിയറേഴ്സ് എന്ന് പറഞ്ഞാൽ പല്ലക്ക് ചുമക്കണ ആൾ. പണ്ടത്തെ കാലത്തൊക്കെ വാഹനങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്, പല്ലക്കുകളിൽ ചുമന്ന് കൊണ്ടുപോവുമായിരുന്നു ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു പല്ലക്ക് ചുമക്കുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്ക് പോയം ഞാൻ വായിച്ചു തരുന്നില്ല, ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു തരാം കേട്ടോ. Palanquin Bearers is the first poem in the first section of the Golden Threshold അല്ലേ. ഗോൾഡൻ ത്രഷോൾഡ് 3 കാറ്റഗറി 4 വോളിയം ആയിട്ടാണ് സരോജിനി നായിഡുയുടെ പോയങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ ഫെദർ ഓഫ് ഡോൺ അല്ലേ. ഇങ്ങനെ 4 പോയംസിലായിട്ടുള്ള 4 വോളിയംസ് ആയിട്ടാണ് സരോജിനി നായിഡുവിൻ്റെ പോയംസ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷനിൽ പെട്ടിട്ടുള്ള ദ ഗോൾഡൻ ത്രഷ് ഹോൾഡിൽ ആദ്യത്തെ പോയമാണ് എന്ത്? പാലങ്ക്യൂൻ ബിയറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം കേട്ടോ. ബിയറേഴ്സ് കമ്പോസ്ഡ് ഓഗസ്റ്റ് 7, 1903 ഓഗസ്റ്റ് 7 ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അല്ലേ. Take us back to India of the beginning of the 20th century when palanquin were common sight in the Indian street. എന്താണ് ഇതെന്താണ് 20th സെഞ്ച്വറിയിൽ ബിഗിനിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് ഈ ഒരു പോയം അല്ലേ. ആ ഒരു കാലഘട്ടത്തിലേക്ക് 20ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പോയമാണ് സരോജിനി നായിഡുവിൻ്റെ പാലങ്ക്യൂൻ ബിയറേഴ്സ് എന്ന് പറഞ്ഞത്. ഇതെന്താണ്? വെൻ പാലങ്ക്യൂൻ വേർ കോമൺ സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സ്ട്രീറ്റ്. എന്താണ്? ഇന്ത്യൻ സ്ട്രീറ്റുകൾ, ഇന്ത്യൻ തെരുവുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ത്? ഈ പാലങ്ക്യൂൻ, പല്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. ഹർ ഹോം ടൗൺ ഹൈദരാബാദ് ഹാവ് ബീൻ ഫുൾ ഓഫ് ദം. എന്താണ്? സരോജിനി നായിഡുവിൻ്റെ ഹോം ടൗൺ ആയില്ല, അതായത് ഹൈദരാബാദിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഹൈദരാബാദിൽ എന്താണ്? ഫുള്ളായിട്ട് സ്ട്രീറ്റുകളിലൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പല്ലക്ക് ചുമന്നു പോകുന്ന ആൾക്കാരും പല്ലക്കിനെയൊക്കെ അല്ലേ. പാലങ്ക്യൂൻ ബിയറേഴ്സ് ക്യാരിയിങ് ഇൻ പല്ലക്കി എ യങ് ലേഡി ടു ഹെർ ഹസ്ബൻഡ്സ് ഹോം. എന്താണ്? ഈ ഒരു പാലങ്ക്യൂൻ ബിയറേഴ്സിൽ, ഈ ഒരു പോയത്തിൽ എന്താണ്? പല്ലക്ക് ചുമന്ന് കൊണ്ടുപോകണം ഒരു ലേഡീനെ, ഒരു നവവധുവിനെ, ഒരു ബ്രൈഡിനെ. എന്താണ്? ആ ബ്രൈഡിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പല്ലക്കിൽ ചുമന്നു പോകുന്ന രംഗമാണ് ഈ ഒരു പോയത്തിൽ സരോജിനി നായിഡു ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. പാലങ്ക്യൂൻ ബിയറേഴ്സ് ക്യാരിയിങ് ഇൻ ദ പല്ലക്കി എ യങ്, ഒരു പല്ലക്കി എന്ന് പറഞ്ഞിട്ടുള്ള പൽക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യങ് ലേഡീനെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ആ ഒരു സീനാണ് ഈ ഒരു പോയത്തിൽ. They usually sing songs in rhythmic harmony with their footstep. എന്താണ്? ഇത് ഓരോ പണ്ടത്തെ കാലത്ത് ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോരോ റിതമിലാണ് അവർ പണികൾ എടുത്തിരുന്നത് അല്ല. എന്തിനാണ് അങ്ങനെ ആ ഒരു റിതമിൽ ഇങ്ങനെ പണിയെടുക്കുന്നത്? അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ആ ഒരു പാട്ടിൻ്റെ ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ എന്താണ്? അവർക്ക് ആ പണിയുടെ അവരുടെ അധ്വാനത്തിൻ്റെ കാഠിന്യം അവർക്ക് വല്ലാതെ തിരിച്ചറിയില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അതിൻ്റെ ഫ്ലോയിൽ, അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റിൽ പോകുമ്പോൾ ആ കാഠിന്യം നമുക്ക് വല്ലാണ്ട്
തിരിച്ചറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പാട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പല്ലക്ക് ചുമന്ന് പോകുന്ന ആൾക്കാരും എങ്ങനെയാണ് അവരുടെ ഫുഡ് സ്റ്റെപ്പിന് അത് ഇങ്ങനെ ചുമന്ന് പോകുമ്പോൾ ഓരോ അടി ഫുഡ് സ്റ്റെപ്പിനനുസരിച്ചിട്ടുള്ള ആ ഒരു റിതമിക് ആയിട്ടുള്ള ഒരു ഹാർമണിയിൽ പാട്ടുകൾ പാടിയിട്ടാണ് അവര് പല്ലക്ക് ചുമന്ന് പോകുന്നത് അല്ലേ. ഈ ഒരു പാലഗിൻ ബിയറേഴ്സിന്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു റൊമാൻറ്റിക് പോയമാണ്. അതായത് ഒരു യങ് ലേഡിനെ അല്ലെങ്കിൽ ഒരു ന്യൂ ബ്രൈഡിനെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് സരോജിനി നായിഡു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബിയറേഴ്സ് സിംഗ് ഗെയിലി ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദ ലേഡി. എന്താണ് ബിയറേഴ്സ്, ഈ ഒരു പല്ലക്ക് ചുമന്ന് പോകുന്ന ആൾക്കാരെന്താണ് ആ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് പാട്ടുകൾ പാടി പോകുന്നത് അല്ലേ. ടോൺ എന്ന് പറഞ്ഞത് എന്താണ്, കംപ്ലീറ്റ് റാപ്പോർഡ് വിത്ത് ദ ഹേർട്ട് ബീറ്റ്സ് ഓഫ് ദ ബ്യൂട്ടി. എന്താണ് സൗന്ദര്യത്തിന്റെ ഹൃദയ താളത്തിനനുസരിച്ചിട്ടായിരുന്നു ആ ഒരു ടോൺ ഉണ്ടായിരുന്നത്. പോയം കൺസിസ്റ്റ് ഓഫ് 2 stanzas and each of 6 lines. എന്താണ് ഈ പോയം എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? പോയം നോക്കിയാൽ അറിയാം, ആകെ ഒരു ചെറിയ ഒരു പോയാണ് അല്ലെ, 2 സ്റ്റാൻസിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു പോയമാണ് പാലങ്കിൻ ബിയറേഴ്സ്. അപ്പൊ എന്താണ് ഓരോ സ്റ്റാൻസിലും എന്താണ് 6 റിതമിക് ആയിട്ടുള്ള 6 റൈംഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. Poem consists of 2 stanzas and each of 6 lines. First and fifth stanza serve as a refrain. എന്താ ആദ്യത്തെയും അഞ്ചാമത്തെയും സ്റ്റാൻസ എന്താണ് ഒരു റിഫ്രൈൻ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. റിഫ്രൈൻ പോലെയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസ സെർവ് ചെയ്യുന്നത് കേട്ടോ. Rhythm is swift movement corresponding with the swagging movement of the palanquin and the rise and fall of the bearer's footstep. എന്താണ് ഈ ഒരു റിതം എന്ന് പറഞ്ഞത് എന്താണ്, സ്വിഫ്റ്റ് മൂവ്മെന്റ് ആണ് അല്ലേ, ഒരു നല്ല ഒരു നേരത്തെ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത് ഈ റിതം എന്ന് പറഞ്ഞത്. കറസ്പോണ്ടിങ് വിത്ത് ദ സ്വാഗിങ് മൂവ്മെന്റ് ഓഫ് ദി പല്ലക്കിന്റെ ആ ഒരു സ്വാഗിങ് ആയിട്ടുള്ള മൂവ്മെന്റിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു നേരത്തെ തരത്തിലുള്ള ഒരു റിതമാണ് ഈ ഒരു സോങ്ങിനുള്ളത്. ആൻഡ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ദ ബിയറേഴ്സ്, ഈ പല്ലക്ക് ചുമന്ന് പോകുന്ന ആൾക്കാരുടെ ഫുഡ് സ്റ്റെപ്പിന്റെ ആ ഒരു ഉയർച്ചയും താഴ്ചേനെയൊക്കെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള തരത്തിലുള്ള റിതമാണ് എന്ത് പാലങ്കിൻ ബിയറേഴ്സിൽ സരോജിനി നായിഡു കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത്രയാണ് പോയത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്താണ്, പോയത്തിലുള്ള ഇമേജുകൾ അല്ലേ. Palanquin bearers gain richness through the image which lies inherent in native consciousness. എന്താണ് പാലങ്കിൻ ബിയറേഴ്സ് എന്താണ് റിച്ച്നെസ്, ഇമേജിൽ നല്ലൊരു റിച്ച്നെസ് കാണിക്കുന്നുണ്ട് അല്ലേ. ലവ്ലി റൊമാൻറ്റിക് ഇമേജ്, എന്താണ് ഈ ഒരു ഇതിൽ കാണിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, നല്ല ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഇമേജ് ആണ് ഈ ഒരു പാലങ്കിൻ ബിയറേഴ്സിൽ സരോജിനി നായിഡു നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്ത് തരുന്നത്. 7 similes emphasizing her beauty. എന്താണ് 7 സിമിലീസ് ഉണ്ട്. സിമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന കാര്യത്തിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി ആയിട്ട് പറയുന്നത്. ഉപമ എന്നൊക്കെ പറയില്ല സിമിലി. 7 സിമിലി എംഫസൈസിങ് ഹെർ ബ്യൂട്ടി, ആ ഒരു ബ്രൈഡിന്റെ ബ്യൂട്ടിയെ എംഫസൈസ് ചെയ്യാൻ 7 ഉപമകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്, ഷീ സ്വേസ് ലൈക്ക് എ ഫ്ലവർ, സ്കിം ലൈക്ക് എ ബേർഡ്, ഫ്ലോട്ട്സ് ലൈക്ക് എ ലോഫ്, hangs like a star, spring like a beam, falls like a tear and like a pearl on the string. ഇത്രയാണ് ആ ഒരു ബ്രൈഡിനെ എംഫസൈസ് ചെയ്യാനുള്ള തരത്തിൽ ഉപമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ. സ്വേസ് ലൈക്ക് എ ഫ്ലവർ, സ്കിംസ് ലൈക്ക് എ ബേർഡ്, ഫ്ലോട്ട്സ് ലൈക്ക് എ ലോഫ്, ഹാങ്സ് ലൈക്ക് എ സ്റ്റാർ, സ്പ്രിംഗ് ലൈക്ക് എ ബീം, ഫോൾസ് ലൈക്ക് എ ടിയർ, ലൈക്ക് എ പേൾ ഓൺ ദി സ്ട്രിങ് അല്ലേ. കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് ഇമേജ്, അതായത് എന്താണ് കോൺക്രീറ്റ് ആയിട്ടും അതേപോലെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാം. അതെന്താണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, സ്കിമ്മിങ് ഓൺ ദ ഫോം ഓഫ് എ സ്ട്രീം, എ ബീം സ്പ്രിങ്ങിങ് ഓൺ ദ ടൈഡ്, ടിയർ ഫോളിങ് ഫ്രം ദ ഐസ് ഓഫ് ദ ബ്രൈഡ്. എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് ഇമേജ് ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. സം വേഗ് ഇമേജസ് ഇൻ ദ മാനർ ഓഫ് പ്രീ റാഫലൈറ്റിന്റെ മാനറിൽ ഒരു വാഗ് ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. എന്താണ്, എ ലോ ഫ്രം ദ ലിപ്സ് ഓഫ് എ ഡ്രീം, ഒരു സ്വപ്നത്തിന്റെ
ചുണ്ടുകളിൽ നിന്ന് വരുന്ന ചിരികൾ, പിന്നെ അതാ സിംഗിങ് ലൈക്ക് എ ഫ്ലവർ ഇൻ ദ വിൻഡ് ഓഫ് എ സോങ്, ഒരു പാട്ടിൻ്റെ കാറ്റിലൂടെ ആടി കളിക്കുന്ന ഫ്ലവറുകൾ, ഹാങ്ങിങ് ലൈക്ക് എ സ്റ്റാർ ദ ഡ്യൂ ഓഫ് എ സോങ്, ആ സോങ്ങിൻ്റെ മഞ്ഞത്തുള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന നക്ഷത്രങ്ങൾ. ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലൊരു വേഗ് ഇമേജുകളായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. ഇമേജ് ഷീ ഫോൾസ് ബ്രൈഡ്, എന്താണ് ഷീ ഫോൾസ് ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് ഈ ഒരു ഇമേജിൻ്റെ. അതെന്തിനാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ദ ഏജ് ഓൾഡ് സ്റ്റോറി ഓഫ് ആൻ ഇന്ത്യൻ ബ്രൈഡ് സാഡ്നെസ് സെപ്പറേഷൻ ഫ്രം ദ പാരൻസ്. എന്താണ്, നമ്മൾ പണ്ടത്തെ കാലത്ത് ഇന്നും പലയിടത്തൊക്കെ കാണാം അല്ലേ, പണ്ടത്തെ കാലത്ത് എന്താ ഒരു ഓൾഡ് ഏജ് സ്റ്റോറിയാണ് ഇതല്ലേ, ഏജ് ഓൾഡ് സ്റ്റോറി ഓഫ് ആൻ ഇന്ത്യൻ ബ്രൈഡ്സ് സാഡ്നെസ്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നമ്മളെ പാരൻസിനെ, നമ്മളെ സിബ്ലിങ്സിനെ അല്ലെങ്കിൽ നമ്മളെ വീടിനെയൊക്കെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടത്തെയാണ് ഈ ഒരു ഷീ ഫോൾസ് ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ആ ഒരു ഇമേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആ ഒരു ഇന്ത്യൻ ബ്രൈഡിൻ്റെ സാഡ്നെസ്, നമ്മളെ വീടിനെയും പാരൻസിനെയൊക്കെ വിട്ടു പോകുമ്പോൾ, നമ്മളെ ഒപ്പം ഉള്ളവരെയൊക്കെ വിട്ടു പോകുമ്പോഴുള്ള ആ ഒരു സങ്കടത്തെയാണ് ആ ഷീ ഫോൾസ് ബ്രൈഡ് എന്ന് പറഞ്ഞ അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്യൂൺ ആൻഡ് മൂവ്മെൻറ്റ് ഗോ ടുഗദർ. അതിൻ്റെ ഈ പോയത്തിൻ്റെ ട്യൂണും അതേപോലെ മൂവ്മെൻറ്റും രണ്ടും ഒരുപോലെയാണ് മൂവിങ് ചെയ്യുന്നത് അല്ലേ. പിന്നെ എന്താണ്, കൈനസ്തെറ്റിക് ഇമേജ്, സ്വേയിങ്, സ്കിമ്മിങ്, ഫ്ലോട്ടിങ്. ഒരു കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജാണ് എന്ത്, സ്വിങ്ങിങ്ങും ഫ്ലോട്ടിങ്ങും, സ്വാഗിങ്, സ്കിമ്മിങ്, ഫ്ലോട്ടിങ് അല്ലേ. കൈനസ്തെറ്റിക് ഇമേജാണ് സ്വാഗിങ്, സ്കിമ്മിങ്, ഫ്ലോട്ടിങ്. കൈനസ്തെറ്റിക് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ചലനാത്മകമായിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുന്നത്. സ്വാഗിങ്, സ്കിമ്മിങ്, ഫ്ലോട്ടിങ് ഇതൊക്കെ ഒരു മൂവ്മെൻ്റ് ഉള്ള തരത്തിലുള്ള ഒരു ഇമേജ് അല്ലേ സ്വാഗിങ്, സ്കിമ്മിങ്, ഫ്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മുടെ പോയത്തിൻ്റെ സെറ്റിംഗ് എന്താണ്, ഇന്ത്യൻ സെറ്റിംഗ് ആണല്ലോ. ഇന്ത്യയിൽ നടക്കണ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 20-ാം നൂറ്റാണ്ടിലെ ആദ്യകാലങ്ങളിൽ ഓരോ സ്ട്രീറ്റുകളിലും കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് എന്ത്, പാലങ്ക്വൻ ബിയറേഴ്സിൻ്റെ അല്ലെങ്കിൽ പല്ലക്ക് ചുമന്ന് പോകുന്ന ആൾക്കാരും പല്ലക്കൊക്കെ. അപ്പോൾ എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞത്, എന്താണ്, ഇന്ത്യയാണ്. ദ ബിയറേഴ്സ് ആർ നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ അലോൺ. എന്താണ് ബിയറേഴ്സ്, എന്താണ് നമ്മളെ ഈ പല്ലക്ക് ചുമന്ന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചുമട് താങ്ങി പോകുന്ന ആൾക്കാരൊക്കെ എന്താണ് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളല്ല. ദ സാഡ്നെസ് ഓഫ് ദ ഡിപ്പാർട്ടിംഗ് ബ്രൈഡ്, ദ ജോയ് ദോസ് എസ്കോർട്ടിംഗ് ഹെർ ടു ഹെർ ന്യൂ ഹോം. എന്താണ് ഒരു ഇന്ത്യൻ ബ്രൈഡിൻ്റെ ഒരു സാഡ്നെസ്, അതായത് നമ്മൾ ഈ ഒരു ഡിപ്പാർച്ചർ, അതായത് വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു സങ്കടത്തെയൊക്കെ ഈ പോയം കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ദ ജോയ് ദോസ് എസ്കോർട്ടിംഗ് ഹെർ ടു ഹെർ ന്യൂ ഹോം. അത് പുതിയ വീട്ടിലേക്ക് എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ആൾക്കാരുടെ എന്താണ് സന്തോഷത്തെയും, അതേപോലെ ബ്രൈഡിൻ്റെ ഡിപ്പാർട്ടിങ് കൊണ്ടുള്ള സങ്കടത്തെയൊക്കെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടൈം gleefully carrying man towards unknown and inevitable destiny. Then the movement of time, അതായത് സമയത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് സന്തോഷത്തോടെ ക്യാരി ചെയ്യാൻ ആരെ, മനുഷ്യന്മാരെ, ടുവേർഡ്സ് അൺനോൺ ആൻഡ് ബട്ട് ഇൻഎവിറ്റബിൾ ഡെസ്റ്റിനി. അതായത് ഇമ്പോർട്ടൻറ്റും അതേപോലെ നമുക്ക് അറിയാൻ കഴിയാത്തതുമായിട്ടുള്ള ആ ഒരു വിധിയിലേക്ക്, ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് സന്തോഷത്തോടു കൂടി മനുഷ്യന്മാരെ സന്തോഷത്തോടെ ക്യാരി ചെയ്തു പോണ ഒരു ടൈമിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഈ ഒരു പോയം നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു പാലങ്ക്വൻ ബിയറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ലൈവ് ക്ലാസ്സിൽ. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പോയം ദ ബേർഡ് ഓഫ് ടൈമാണ്, സരോജിനി നായിഡുവിൻ്റെ ദ ബേർഡ് ഓഫ് ടൈമാണ് കേട്ടോ. നെക്സ്റ്റ് പോയം ദ ബേർഡ് ഓഫ് ടൈമാണ് കേട്ടോ. സരോജിനി നായിഡുവിൻ്റെ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പോയം എന്ന് പറഞ്ഞത് ദ ബേർഡ് ഓഫ് ടൈം. അത് പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്, 1912 അല്ലേ, 1912 ദ ബേർഡ് ഓഫ് ടൈം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിലെങ്ങനെയാണ് ദ 107 പേജസ് ഓഫ് ദിസ് വോളിയം കണ്ടെയ്ൻ 46 പോയം അല്ലേ. ഈ ഒരു വോളിയം എങ്ങനെയാണ്, രണ്ടാമത്തെ വോളിയം ആണല്ലേ ദ ബേർഡ് ഓഫ് ടൈം. ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ വോളിയാണ് എന്ത്, ദ ബേർഡ് ഓഫ്
ടൈം. ആ ഒരു വോളിയത്തിൽ എങ്ങനെയാണ് 107 പേജസോട് കൂടി 107 പേജസ് ഉണ്ട്. അതിലെങ്ങനെ 46 പോയംസും ഉണ്ടല്ലേ ഈ വോളിയത്തിൽ. ഇതിലെന്താണ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ആൻഡ് തോട്ട്. ഈ ഒരു ബേർഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് ബേർഡ് ഓഫ് ടൈം എന്നുള്ള പോയത്തിൽ എന്താണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻസും തോട്ട്സും ആണ് ഇതിൽ കാണാൻ കഴിയുന്നത് അല്ലേ. അതായത് ഒരു ഫിലോസഫി പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ നമുക്കൊരു ബേർഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെ പോയറ്റ് നമ്മളിൽ എത്തിക്കുന്നത്. റെപ്രസെന്റ് ദ പാസേജ് ഓഫ് ടൈം ആൻഡ് സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്താണ് ഈ ഒരു പോയത്തിൽ ദ ബേർഡ് ഓഫ് ടൈം, ടൈം ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലേ ടൈം എന്നുള്ള. ആ ടൈം ഉള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദ റെപ്രസെന്റ് ദ പാസേജ് ഓഫ് ടൈം, അതായത് സമയത്തിന്റെ പാസേജിനെയാണ് ഇത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ദ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, അതായത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഒരു സൈക്കിളിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയമാണ് എന്ത് ദ ബേർഡ് ഓഫ് ടൈം അല്ലേ. ബേർഡ് സിംബലൈസസ് ടൈം. എന്താണ് ബേർഡ് ഓഫ് ടൈം, അതിൽ ബേർഡ് സിംബലൈസ് ചെയ്യുന്നത് എന്തിനാണ്, സമയത്തെയാണ് അല്ലേ. ബേർഡ് സിംബലൈസ് ചെയ്യുന്നത്, ബേർഡ് സിംബലൈസസ് ടൈം. ഇറ്റ് ആസ്ക്ഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് ഹെർ സോങ്സ്. ബേർഡ് ഓഫ് ദ ടൈം റിപ്ലൈസ് ഹെർ സോങ് ഡീൽ വിത്ത് ലൈഫ്സ് ഗ്ലോറി ആൻഡ് ഗ്ലാഡ്നെസ്, സോറോ, കോൺഫ്ലിക്റ്റ്, ജോയ് ആൻഡ് ഹോപ്പ്, ഫെയ്ത്ത്, ട്വലൈറ്റ് ആൻഡ് ഡെത്ത്. എന്താണ് ഈ ഒരു പോയം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദ ബേർഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പോയം 2 സ്റ്റാൻസ ആയിട്ടാണ് അല്ലേ. അതിൽ ഓരോ സ്റ്റാൻസയിൽ എത്ര വരികളുണ്ട്, 9 വരികളോട് കൂടിയിട്ടുള്ള 2 സ്റ്റാൻസ ആയിട്ടാണ് ഈ ഒരു പോയം സരോജിനി നായിഡു എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയത്തിൽ ഓരോ സ്റ്റാൻസയിലും എന്താണ് ഒരു പോയറ്റ് ഒരു കാര്യം ബേർഡ് ഓഫ് ടൈമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് 2 സ്റ്റാൻസയിലും അങ്ങനെയാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റാൻസയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പിന്നെ അതിനുള്ള മറുപടി ആയിട്ട് രണ്ടാമത്തെ സ്റ്റാൻസയിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിനുള്ള മറുപടി ആയിട്ടാണ്. അങ്ങനെയാണ് ഈ ഒരു പോയം സരോജിനി നായിഡു എഴുതിയിട്ടുള്ളത്. അപ്പം എന്താണ് ഇറ്റ് ആസ്ക്ഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് ഹെർ സോങ്. എന്താണ് ബേർഡിനോട് ചോദിക്കുകയാണ്, പോയറ്റസ് ചോദിക്കുകയാണ് എന്ത് പക്ഷിയുടെ അല്ലെങ്കിൽ ബേർഡിൻ്റെ അവളുടെ സോങ്ങിൻ്റെ നേച്ചറിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പം എന്താണ് ബേർഡ് ഓഫ് ടൈം റിപ്ലൈ ചെയ്യുന്നത്, ബേർഡ് ഓഫ് ടൈം അതായത് സമയത്തിൻ്റെ പക്ഷി അത് റിപ്ലൈ ചെയ്യുന്ന മറുപടി കൊടുക്കുന്നത് എന്താണ്, ഹെർ സോങ്സ് ഡീൽ വിത്ത് ലൈഫ്സ് ഗ്ലോറി ആൻഡ് ഗ്ലാഡ്നെസ്. എന്താണ് ഈ ഒരു സമയത്തിൻ്റെ പക്ഷി എന്ന് പറയുന്ന റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്, ഹെർ സോങ് ഡീൽ വിത്ത്, അതായത് ബേർഡ്സ് ഓഫ് ടൈമിൻ്റെ പാട്ടുകൾ സോങ്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്, ലൈഫ്സ് ഗ്ലോറി ആൻഡ് ഗ്ലാഡ്നെസ്, ജീവിതത്തിൻ്റെ ഗ്ലോറി, ഗ്ലാഡ്നെസ്, സോറോ സങ്കടം, കോൺഫ്ലിക്റ്റ് തർക്കങ്ങൾ, ജോയ് സന്തോഷം, ഹോപ്പ് പ്രതീക്ഷ, ഫെയ്ത്ത് വിശ്വാസം, ട്വലൈറ്റ് ആൻഡ് ഡെത്ത്. ഇതൊക്കെയാണ് എന്ത് ഈ ഒരു സോങ് ഓഫ് ബേർഡിൽ സോങ്, അതായത് ഈ ഒരു ബേർഡ് ഓഫ് ടൈമിൻ്റെ സോങ് റെപ്രസെൻ്റ് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതല്ലേ. പോയം കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റാൻസാസ് ഓഫ് 9 ലൈൻസ് ഈച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു പോയം 9 വരികളോട് കൂടിയിട്ടുള്ള 2 സ്റ്റാൻസ ആയിട്ടാണ് പോയം കൺസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസയിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിനുള്ള മറുപടി. സെക്കൻഡ് സ്റ്റാൻസയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിനുള്ള മറുപടി. ഫസ്റ്റ് സ്റ്റാൻസയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ആസ്ക് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഹെർ സോങ്. എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ ചോദിക്കുന്നത്, ആസ്ക് അബൌട്ട് ഹെർ സബ്ജക്ട് മാറ്റർ ഓഫ് ഹെർ സോങ്. ആ പക്ഷിയുടെ ബേർഡ് ഓഫ് ടൈമിൻ്റെ സോങ്ങുകളിലെ സബ്ജക്റ്റ് മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്, സോങ്സ് ആർ അബൌട്ട് വാരിയഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എന്താണ് ഹ്യൂമൻ ലൈഫിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലെ വാരിയഡ് ഇമോഷൻ, അതായത് ഡിഫറെൻറ്റ് ഇമോഷൻസെ പറ്റിയാണ് പറയുന്നത് എന്നാണ്. എന്തൊക്കെയാണ് സബ്ജക്റ്റ് മാറ്റർ, വാരിയഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ലൈഫിൻ്റെ അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ പറ്റിയാണ് എന്നാണ് ബേർഡ് ഓഫ് ടൈം പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ഇമോഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ജോയ് നേരത്തെ ഞാൻ പറഞ്ഞു, ജോയ്, സോറോ, ട്രബിൾ, ഫൈറ്റ്, ഹോപ്പ്, ഫെയ്ത്ത്, പീസ് ആൻഡ് ഡെത്ത്. ഇതാണ് വാലിഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഹ്യൂമൻ എന്താണ് സബ്ജക്ട് മാറ്റർ എന്ന് ചോദിക്കും ആദ്യത്തെ സ്റ്റാൻസയിൽ. അപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് അബൌട്ട് വാലിഡ് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമോഷനെ പറ്റിയാണ് പാട്ടുകൾ എന്നാണ്, പാട്ടുകളിലെ സബ്ജക്റ്റുകൾ എന്നാണ് ബേർഡ് ഓഫ് ടൈം റിപ്ലൈ കൊടുക്കുന്നത് അല്ലേ. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ്, സെക്കൻഡ് സ്റ്റാൻസ ആസ്ക്ഡ് ദ ലൊക്കേഷൻ വേർ ഷീ ലേൺ ദ ചേഞ്ചിങ് മെഷർ ഓഫ് ഹെർ സോങ്. അതായത് സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റസ് ചോദിക്കുകയാണ് ബേർഡ് ഓഫ് ടൈമിനോട് എന്ത്,
ആസ്ക്ഡ് ദ ലൊക്കേഷൻ വേർ ഷീ ലേൺഡ് ദ ചേഞ്ചിങ് മെഷർ ഓഫ് ഹർ. അവളുടെ പാട്ടുകളിൽ ചേഞ്ചിങ്, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെഷർ എവിടെ നിന്നാണ് പഠിച്ചത് എന്നാണ്, അത് പഠിച്ച ലൊക്കേഷൻ എവിടെയാണെന്നാണ് പോയട്രസ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ബേർഡ് ഓഫ് ടൈം റിപ്ലൈ കൊടുക്കുന്നത്? എനി സിറ്റുവേഷൻ ഹാവ് ഏബിൾ ടു ഇവോക്ക് ആൻഡ് ഇൻസ്പയർ ദ ബേർഡ് ഓഫ് ടൈം ടു സിങ്. എന്താണ്, ഏതൊരു സിറ്റുവേഷനും അല്ലേ, ഏതൊരു എനി സിറ്റുവേഷൻ ഹാസ് ബീൻ ഏബിൾ ടു ഇവോക്ക് ആൻഡ് ഇൻസ്പയർ ദ ബേർഡ് ഓഫ് ടൈം ടു സിങ്. ഈ ബേർഡ് ഓഫ് ടൈമിന് പാട്ട് പാടാൻ ഉള്ള ഏതൊരു സിറ്റുവേഷൻ, ഇവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനും ആണ് എന്നാണ് മറുപടി. എന്താണ് ലൊക്കേഷൻ? ചേഞ്ചിങ് മെഷറിൻ്റെ, അവളുടെ സോങ്ങിൻ്റെ ചേഞ്ചിങ് മെഷറിൻ്റെ ലൊക്കേഷൻ എവിടെ? അപ്പോൾ ഏതൊരു സിറ്റുവേഷനും പാട്ട് പാടാൻ തരത്തിൽ ഇവോക്ക് ചെയ്യും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനും ആണ്. ഏതൊരു സിറ്റുവേഷൻ. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മേ ബി ദ ഫോറസ്റ്റ് ഓർ ദ വേവ്സ് ഓഫ് സീ സൈഡ്. എന്താണ്, ചിലപ്പോൾ അത് ഫോറസ്റ്റിലാവാം, അതായത് കാട്ടിലാകാം, അല്ലെങ്കിൽ ഓർ ദ വേവ്സ് ഓഫ് ദ സീ സൈഡ്, അല്ലെങ്കിൽ സീ സൈഡിലെ തിരമാലകളുടെ അവിടെ നിന്നാകാം, എന്നല്ലെങ്കിൽ ഫോറസ്റ്റ് ആകാം, അല്ലെങ്കിൽ വേവ്സ് ഓഫ് സീ സൈഡ് ആകാം, അല്ലെങ്കിൽ എന്താണ് ഇറ്റ് കുഡ് ഹാവ് ബീൻ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓഫ് എ ന്യൂ ബ്രൈഡ്. എന്താണ്, ഒന്നല്ലെങ്കിൽ എന്താണ് ഒരു നവവധുവിൻ്റെ, അതായത് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ബ്രൈഡിൻ്റെ, സ്ത്രീയുടെ ചിരിയോ അല്ലെങ്കിൽ സന്തോഷമോ ആകാം, സിറ്റുവേഷൻ ആണ് പറയണത് കേട്ടോ. പിന്നെന്താണ്, മേ ബി ദ ഡോൺ ഓഫ് ഹോപ്പ് ഓർ ദ ഡോൺ ഓഫ് ഡിസ്പയർ ഓൺ ദ ഇമോഷൻസ് ഓഫ് പിറ്റി, ഹെയ്റ്റ് ഓർ പ്രൈഡ്. എന്താണ്, മേ ബി ദ ഡോൺ ഓഫ് ഹോപ്പ്, ഡോൺ ഓഫ് ഹോപ്പ് ആവാം, അല്ലെങ്കിൽ ദ ഡോൺ ഓഫ് ഡിസ്പയർ ആകാം, ഓർ ദ ഇമോഷൻസ് ഓഫ് പിറ്റി, ഹെയ്റ്റ്, പ്രൈഡ്. പിറ്റി, ഹെയ്റ്റ്, പ്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമോഷൻ ഇല്ല, അതൊക്കെ ആകാമെന്നാണ് പറയണത്. എനി സിറ്റുവേഷൻ ഓർ ഇമോഷൻസ് ഹാസ് ബീൻ capable of inspiring the song of the bird of time. എന്താണ്, ഒരു ഏതൊരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഏതൊരു ഇമോഷനും എന്താണ്, ഹാസ് ബീൻ capable of, അതായത് ഈ ഒരു ബേർഡ് ഓഫ് ടൈമിൻ്റെ പാട്ടുകളെ ഇൻസ്പയർ ചെയ്യാൻ തരത്തിലുള്ള ഏതൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതൊരു ഇമോഷൻസിലും ആ ഒരു സോങ് പാടാൻ ആ ഒരു ബേർഡ് ഓഫ് ടൈമിന് കഴിയും എന്നാണ് പറയണത് അല്ലേ. സിറ്റുവേഷൻസ് ആണ് ഇത്രയും പറയണത്. എന്ത്, ഇറ്റ് മേ ബി ദ ഫോറസ്റ്റ് ഓഫ് ഓർ വേവ് ഓഫ് ദ സീ സൈഡ്. പിന്നെ എന്താ, ഇറ്റ് കുഡ് ഹാവ് ബീൻ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓഫ് എ ബ്രൈഡ്. പിന്നെ ഏതാ ഈ വരി അല്ലേ, മേ ബി ദ ഡോൺ ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ ദ ഡോൺ ഓഫ് ഡിസ്പയർ ഓർ ദ ഇമോഷൻസ് ഓഫ് പിറ്റി, ഹെയ്റ്റ്, പ്രൈഡ്. ഈ ഏതൊരു സിറ്റുവേഷനിലും ബേർഡ് ഓഫ് ടൈമിന് പാട്ട് പാടാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിങ് മെഷർ, അതായത് ആ ഒരു പാട്ടിൻ്റെ ചേഞ്ചിങ് മെഷർ പഠിച്ചത് ഈ ഒരു സിറ്റുവേഷനിലൂടെ ആണെന്നൊക്കെയാണ് ബേർഡ് ഓഫ് ടൈം പോയറ്റസിനോട് മറുപടി കൊടുക്കുന്നത് അല്ലേ. സരോജിനീസ് പോയം, സരോജിനി നായിഡൂസ് പോയട്രി എംബോഡീസ് ഹർ ബോൾഡ് ഡെഫിയൻസ് ഓഫ് ഫേറ്റ്. എന്താണ്, സരോജിനി നായിഡുവിൻ്റെ പോയംസ് എങ്ങനെയാണ്? ബോൾഡ്, പോയറ്റ് എംബോഡീസ് ഹർ ബോൾഡ് ഡെഫിയൻസ് ഓഫ് ഫെയ്റ്റിനെതിരായിട്ടുള്ള അവളുടെ ബോൾഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന്, പോരാട്ടത്തിനൊക്കെ എന്താണ് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സരോജിനി നായിഡുവിൻ്റെ. നല്ല ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു നമ്മളെ വിധിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഉള്ള കാര്യങ്ങളാണ് സരോജിനി നായിഡുവിൻ്റെ പോയട്രികൾ അല്ലെങ്കിൽ നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. പോയറ്റസ് ആസ്ക് ദ ബേർഡ് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഇറ്റ്സ് പ്രൊഫൗണ്ട് ജോയ് ആൻഡ് ഇറ്റ്സ് ഡിലൈറ്റ്ഫുൾ മ്യൂസിക്. അപ്പം എന്താണ്, പോയറ്റസ് ചോദിക്കുകയാണ് ബേർഡ് ഓഫ് ടൈമിനോടല്ലേ, എന്ത്, ദ ബേർഡ് അബൌട്ട് സോഴ്സ് ഓഫ് ഇറ്റ്സ് പ്രൊഫൗണ്ട് ജോയ് ആൻഡ് ഇറ്റ്സ് ഡിലൈറ്റ് മ്യൂസിക്. ആ ഒരു നല്ല ഒരു ഡിലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കും അതേപോലെ ആ ഒരു നല്ല ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഉറവിടം, സോഴ്സ് എവിടെ നിന്നാണ് പോയറ്റസ് ബേർഡിനോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ബേർഡ് ഓഫ് ടൈം പോയിന്റ് ചെയ്യുന്ന കാര്യം എന്താണ്? പ്രീഷ്യസ് പൊസഷൻ ഇമാനേറ്റിംഗ് ഫ്രം ദ ട്രയംഫ് ഓവർ ഫേറ്റ്. എന്താണ്, വിധിക്കെതിരെയുള്ള, വിധിയെ മറികടന്ന് വിധിക്ക് എതിരായിട്ടുള്ള വിജയത്തിൻ്റെ ആ ഒരു എന്താണ് പ്രീഷ്യസ് ആയിട്ടുള്ള സ്വത്തിനെയാണ് ഇത് എന്ത് കാണിക്കുന്നത് എന്നാണ് പറയണത് അല്ലേ. പ്രീഷ്യസ് പൊസഷൻ ഇമാനേറ്റിംഗ് ഫ്രം ദ ട്രയംഫ് ഓവർ ദ, അതായത് പ്രീഷ്യസ് ആയിട്ടുള്ള ആ ഒരു പൊസഷൻ, അതായത് സ്വത്ത്, അത് ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് പറയുന്നത് ആ ഒരു വിധിക്കെതിരെ ആയിട്ടുള്ള വിജയത്തിൽ നിന്നാണെന്നാണ് എന്ത് ബേർഡ് ഓഫ് ടൈമിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രീഷ്യസ് പൊസഷൻ ഇമനേറ്റിംഗ് ഫ്രം ദ ട്രയംഫ് ഓവർ ഫേറ്റ്, അതായത് വിധിക്കെതിരെയുള്ള വിജയത്തിൻ്റെ ആ ഒരു
ഉത്ഭവിക്കുന്ന ആ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള സ്വത്തിനെയാണ് ഇത് കാണിക്കുന്നതെന്ന് പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ബേർഡ് ഓഫ് ടൈം പറയണത് അല്ലേ. എന്താണ് ആസ്ക് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഇറ്റ്സ് പ്രൊഫൗണ്ട് ജോയ് ആൻഡ്, അതായത് നമ്മൾ ആ ഒരു വിധിക്കെതിരെയുള്ള നമ്മുടെ വിജയത്തിനെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ. ആ ഒരു ജീവിതത്തിലാണ് എന്ത് നമ്മുടെ സരോജിനി നായിഡു ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വിധിക്കെതിരെയുള്ള ആ വിജയത്തിലൂടെയാണ് ജീവിക്കുന്നത്. ദ ഡിസയർ ടു എസ്കേപ്പ് ഫ്രം ദ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ഡസ് നോട്ട് ടച്ച് ദ വാലിയന്റ് സോൾ ദാറ്റ് അസ്പയർ ടു ഡിഫീറ്റ് ഫെയ്റ്റ്. എന്താണ് ഡിസയർ ടു എസ്കേപ്പ് ഫ്രം ദ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് ജീവിതത്തിൻ്റെ ആ ഒരു ഹാർഡ് റിയാലിറ്റീസ് എന്നുള്ള എസ്കേപ്പ് ചെയ്യാനുള്ള, അതായത് എസ്കേപ്പ് ചെയ്യാനുള്ള ആ ഒരു ഡിസയർ, ആഗ്രഹം എന്ന് പറയുന്നത് ഡസ് നോട്ട് ടച്ച് ദ വാലിയൻ സോൾ ദാറ്റ് അസ്പയർ ടു ഡിഫീറ്റ് ഫെയ്റ്റ്. അതായത് ഡിഫീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫെയ്റ്റിനെ നമ്മൾ ഒരിക്കലും The desire to escape from the hard realities of life does not touch the valiant soul that aspire to defeat fate. ഫെയ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തെ എന്താണ് ധീരനായിട്ടുള്ള സോളുകൾ ഒരിക്കലും ടച്ച് ചെയ്യില്ല. ധീരനായിട്ടുള്ള ആൾക്കാർ എന്താണ് ആ ഒരു ഡിഫീറ്റ് ഫെയ്റ്റ്, അതായത് കീഴ്പ്പെട്ടിട്ടുള്ള ആ ഒരു വിധിയെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സരോജിനി നായിഡു എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഹൂ ഷോസ് ഓൾ ഹെർ പോയട്രി എ ഗ്രേറ്റ് ഫ്ലെയർ ഫോർ ഓർണമെന്റൽ ആൻഡ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈൽ അല്ലേ. എന്താണ് ഒരു സോഫിസ്റ്റിക്കേറ്റഡ്, അതായത് സങ്കീർണമായിട്ടുള്ള ഒരു സ്റ്റൈലുകളും ഓർണമെന്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സരോജിനി നായിഡുവിൻ്റെ പോയംസ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഷീ ഈസ് വെരി ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്നാണ് പറയണത് അല്ലേ. എന്തൊക്കെയാണ് യൂസ് ഓഫ് ലവ്ലി സിമിലീസ്, മെറ്റഫർ, ഇമേജ്, സിമ്പിൾസ്, ഇതൊക്കെ സരോജിനിയുടെ നായിഡുവിൻ്റെ പോയംസിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ പോയമായ ദ ബേർഡ് ഓഫ് ടൈമിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാംഗിൾ സെല്ലേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് പോയം ബാംഗിൾ സെല്ലേഴ്സ്. ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ വളകൾ വിൽക്കുന്ന ആൾക്കാരെയാണ് ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറയുക അല്ലേ. സരോജിനി നായിഡുവിൻ്റെ നമ്മളെ യൂണിറ്റിലുള്ള ലാസ്റ്റ് പോയമാണ് ബാംഗിൾ സെല്ലേഴ്സ് അല്ലേ. എന്താണ് ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലെങ്ങനെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? പോയം കൺസിസ്റ്റ് 4 സ്റ്റാൻസസ് ഓഫ് 6 ലൈൻ. 4 സ്റ്റാൻസകളുണ്ട്. ഓരോ സ്റ്റാൻസയിലും എന്താണ് 6 വരികളാണുള്ളത് അല്ലേ. കൺസെപ്ഷൻ ഓഫ് ഇന്ത്യൻ വിമൺഹുഡ്. എന്താണ് ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറഞ്ഞത് പോയം എന്തിനാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ വിമൺഹുഡ്, അതായത് സ്ത്രീത്വത്തെ, ഇന്ത്യയിലുള്ള വിമൺഹുഡിനെയാണ് കൺസെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത് അല്ലേ. ദ ലൈവ്സ് ഓഫ് വിമൺ ഷുഡ് ബി റാഡിയൻറ്റ്, ദ ലസ്ട്രസ് ടോക്കൺ. എന്താണ് ദ പോയം ഷോസ് എന്താണ് കൺസെപ്ഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ആൻഡ് ഇൻ ദ ഒരു വിമൺ ഷുഡ് ബി റാഡിയൻറ്റ് ആൻഡ് ലസ്ട്രസ് ടോക്കൺ. വിമൺ എന്ന് പറഞ്ഞത് എന്താണ് ഒരു റാഡിയൻ്റ് ആയിട്ടുള്ള, അതായത് തേജസ് ഉള്ള അല്ലെങ്കിൽ ഒരു ലസ്ട്രസ് പറഞ്ഞാൽ ആ ഒരു തിളങ്ങുന്ന തരത്തിലുള്ള ഒരു ടോക്കൺ ആയിട്ടാണ് സ്ത്രീകളുടെ ജീവിതത്തെ കണക്കാക്കുന്നത് അല്ലേ. ലൈവ്സ് ഓഫ് വിമൺ ഷുഡ് ബി റാഡിയൻറ്റ് ദ ലസ്ട്രസ് ടോക്കൺ. The first duty of a woman is to be happy. Her happiness radiates happiness to those who come into contact with her. എന്താണ് ഒരു സ്ത്രീയുടെ ആദ്യത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ എന്ന് പറഞ്ഞത് എന്താണ്? ഷുഡ് ബി ഹാപ്പി, ഈസ് ടു ബി ഹാപ്പി. എന്താണ് ഒരു സന്തോഷവതി ആയിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്ത്രീ സന്തോഷവതി ആയിരിക്കുമ്പോൾ എന്താണ് ഹെർ ഹാപ്പിനെസ് റേഡിയേറ്റ്സ് ഹാപ്പിനെസ് ടു ദോസ് ഹൂ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ, ഒരു സ്ത്രീ ഹാപ്പി ആയിരിക്കുമ്പോൾ ആ സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്തില്ല അവർ ആ ഒരു സ്ത്രീയായിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ആ ഒരു ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയണത് അല്ലേ. ടു ബി ഹാപ്പി ഡോട്ടർ അല്ലെങ്കിൽ ഓർ വൈഫ് എന്ന് പറയുന്നത് എന്താണ് ഗോൾ ടു ഇന്ത്യൻ വിമൺ. ഇന്ത്യൻ വിമണിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഡോട്ടർ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു വൈഫ് ആയിരിക്കുക എന്നുള്ളതാണ് ഗോൾ ഓഫ് ഇന്ത്യൻ വിമൺ അല്ലേ. മാരേജ് ടു ഇന്ത്യൻ വിമൺ, അതായത് ഇന്ത്യൻ വിമൺ ഒരു ഇന്ത്യയിലെ സ്ത്രീകളുടെ മാരേജ് എന്ന് പറയുന്നത് എന്താണ് എക്കണോമിക്കലി ഡിപ്പെൻഡ് എന്നാണ് പറയുന്നത്. അതായത് എക്കണോമിക്കലായിട്ട് സാമ്പത്തികപരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്താ ഒരു മാരേജ് ടു ഇന്ത്യൻ വിമണിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. എക്കണോമിക്കലി ഡിപ്പെൻഡ് ഇന്ത്യൻ വിമൺ മീൻസ്
much more than to a man since the women is in most cases economically dependent. എന്താണ് ഒരു പുരുഷനുള്ളത് എന്നുള്ളതിനേക്കാൾ എന്താണ് എക്കണോമിക്കലി നമ്മൾ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്, എക്കണോമിക്കലി ഒരാളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഒരു മാരേജ്, ഇന്ത്യൻ വിമന്റെ മാരേജ് ഉദ്ദേശിക്കുന്നത് അല്ലേ. മാരേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ എന്താണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുവരെ നമ്മൾ വീട്ടിൽ നമ്മളെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിച്ച് നമ്മൾ പിന്നെ വേറൊരു വീട്ടിലേക്ക് പോകുക. അപ്പം എന്താണ് അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് സ്ത്രീയുടെ ജീവിതത്തിലെ മാരേജ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സിംബലൈസിങ് ദ ഹേർട്സ് ഡിസയർ ഓഫ് എ ബ്രൈഡ് വിത്ത് റിച്ച് റെഡ് കളർ ഓഫ് ഹെർ ബാംഗിൾസ്. എന്താണ് ഈ ഒരു റിച്ച് റെഡ് കളർ അവളുടെ കയ്യിലുള്ള ആ ഒരു നല്ല റെഡ് കളറിലുള്ള ബാംഗിൾ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഹേർട്സ് ഡിസയർ, അതായത് അവളുടെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിലുള്ള ആഗ്രഹത്തെയാണ് ആ ഒരു കയ്യിലുള്ള റിച്ച് റെഡ് കളർ ഓഫ് ഹെർ ബാംഗിൾ, അവളുടെ കയ്യിൽ അണിഞ്ഞിട്ടുള്ള ആ ഒരു നല്ല റെഡ് കളറിലുള്ള ആ ഒരു വളകളെ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഹേർട്സ് ഡിസയർ, ഹൃദയത്തിന്റെ ഡിസയറുകളെയാണ്. ഷീ ഷെഡ് ടിയേഴ്സ് ആസ് ഷീ ലീവ്സ് ഹെർ ഫാദേഴ്സ് ഹൗസ് ഫോർ ഹെർ ഹസ്ബൻഡ്സ്. എന്താണ് നമ്മൾ ഇന്ത്യൻ വിമൻസ് ഒക്കെ എന്താണ് വിമണൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു നമുക്ക് വീട് വിട്ട് പിരിഞ്ഞ് വേറൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു സങ്കടം ഉണ്ട്. അപ്പം എന്താണ് ഷീ ഷെഡ് ടിയേഴ്സ്, അതായത് കണ്ണുനീർ പൊഴിക്കുകയാണ് അല്ലേ. അവളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സങ്കടത്തിൽ അവൾ കണ്ണുനീർ പൊഴിക്കുകയാണ്. ബ്രൈഡൽ ലോഫ്റ്റർ ആൻഡ് ബ്രൈഡൽ ടിയേഴ്സ്. ഇവിടെ രണ്ട് വേർഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ പോയത്തിൽ. ബ്രൈഡൽ ലോഫ്റ്റർ ആൻഡ് ബ്രൈഡൽ ടിയേഴ്സ്, അതായത് ഒരു നവവധുവിൻ്റെ ചിരിയും അതേപോലെ കണ്ണുനീരും അല്ലേ. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൈക്ക് ദ ബാംഗിൾ ഷീ വിയേഴ്സ് ആർ ടിങ്ക്ലിംഗ് ല്യൂമിനസ് ടെൻഡർ ആൻഡ് ക്ലിയർ. അതായത് ഈ ഒരു ലാഫ്റ്റർ ആൻഡ് ടിയർ ഓഫ് എ ബ്രൈഡൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ പോലെ എന്നാണ് കമ്പയർ ചെയ്യണതിന്? ആ ഒരു ബ്രൈഡൽ ലാഫ്റ്ററിനെ അതേപോലെ ബ്രൈഡൽ ടിയേഴ്സിനെയും like the bangle she wears, the tinkling luminous and tender and clear. ആ ഒരു നവവധുവിൻ്റെ അതായത് ബ്രൈഡിൻ്റെ ചിരിയെയും സങ്കടത്തെയും എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ലൈക്ക് എ ബാംഗിൾ, നമ്മൾ ധരിച്ചിട്ടുള്ള കയ്യിലുള്ള വളകൾ ടിങ്കിൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതേപോലെ ല്യൂമിനസ് ടെൻഡർ ആൻഡ് ക്ലിയർ, ആ വളകൾ ഇങ്ങനെ കിലുങ്ങുമ്പോൾ ആ ലാഫ്റ്റർ ആയിട്ട് കണക്കാക്കാണ്. പിന്നെ എന്താണ് ലൂമിനസ്, അതായത് പ്രകാശം പരത്തുന്ന തരത്തിൽ, ടെൻഡർ മൃദുവായിട്ട് ക്ലിയർ ആയിട്ടുള്ളത്. ഇതുപോലെയൊക്കെയാണ് ആ ഒരു ബ്രൈഡിൻ്റെ ലാഫ്റ്ററും ടിയേഴ്സും എന്നാണ് പറയുന്നത്. ബാംഗിൾ സെല്ലേഴ്സ് കൺഫൈൻസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ എ വിമൺസ് ലൈഫ്. എന്താണ് ബാംഗിൾ സെല്ലേഴ്സ് എന്താണ് കൺഫൈൻ ചെയ്യുന്നത്? സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളാണ് ബാംഗിൾ സെല്ലേഴ്സ്, അതായത് വള വിൽക്കുന്ന ആൾക്കാർ സ്ത്രീകളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്റ്റേജസുകളെയാണ് കാണിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു റെയിൻബോ ടിൻഡ് സർക്കിൾ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി കാണാം. എന്താണ് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ബാംഗിൾ സെല്ലേഴ്സ് ടു ദ ടെമ്പിൾ ഫെയർ. എന്താണ് അതായത് നമ്മൾ ഈ ബാംഗിൾ സെല്ലേഴ്സിനൊക്കെ അധികം കാണുന്നത് എപ്പോഴാണ്? ഫെസ്റ്റിവൽ, അതായത് വല്ല ടെമ്പിളുകൾ അമ്പലങ്ങളിൽ ഉണ്ടാകുന്ന വല്ല സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മേളകളിലൊക്കെയാണ് എന്ത് ബാംഗിൾ സെല്ലേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ലസ്ട്രസ് ടോക്കൺ ടു റേഡിയൻ ലീവ്സ് ഫോർ ഹാപ്പി ഡോട്ടർ ആൻഡ് വൈഫ്. എന്താണ് അതൊരു തിളങ്ങുന്ന തരത്തിലുള്ളൊരു ടോക്കൺ ആണ് ഓഫ് റേഡിയൻ ലൈവ്സ് ഓഫ് ഹാപ്പി ഡോട്ടർ ആൻഡ് വൈഫ്സ്. അതായത് ഭാര്യമാരുടെയും അതേപോലെ ഹാപ്പി ആയിട്ടുള്ള ഭാര്യമാരുടെയും ഹാപ്പി ആയിട്ടുള്ള ഡോട്ടേഴ്സിൻ്റെയൊക്കെ റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു തിളങ്ങുന്ന തരത്തിലുള്ള ടോക്കൺ ആയിട്ടാണ് ഈ ഒരു റെയിൻബോ ടിൻഡ് സർക്കിൾ ഓഫ് ലൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫോക്കസ് ഈസ് ദ റേഡിയൻസ് ആൻഡ് നോട്ട് ഡിസൊല്യൂഷൻ. ഈ പോയത്തിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ദ ഫോക്കസ് ഈസ് ദ റേഡിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ എന്താണ് ഡിസൊല്യൂഷനെ അല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഈ പോയം ബാംഗിൾ സെല്ലേഴ്സ് ബ്യൂട്ടിഫുള്ളി സെലിബ്രേറ്റ് ഇന്ത്യൻ കൾച്ചർ വിത്ത് കളർഫുൾ ബാംഗിൾസ്. എന്താണ് ഈ ഒരു പോയം ദ ബാംഗിൾ സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സരോജിനി നായിഡുവിൻ്റെ പോയം എന്താണ് ബ്യൂട്ടിഫുള്ളി സെലിബ്രേറ്റ് ഇന്ത്യൻ കൾച്ചർ വിത്ത് കളർഫുൾ ബാംഗിൾസ്. കളർഫുൾ ആയിട്ടുള്ള വളകളോട് കൂടിയിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിനെയാണ് ബാംഗിൾ സെല്ലേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഷോസ് ദ സെല്ലേഴ്സ്
ജോയ്ഫുള്ളി ഓഫറിങ് ബാംഗിൾസ് എന്താണ്, നമുക്ക് അമ്പലങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വളകൾ വിൽക്കുന്ന ആ ഒരു എന്തെങ്കിലും മേളകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ആ ഒരു ഭാഗത്ത് കൂടെ നടന്നു പോകുമ്പോൾ എന്താണ്, നമുക്ക് വളകൾ വിൽക്കുന്ന ആൾക്കാരുടെ സന്തോഷം കാണാം. അവരിങ്ങനെ വിളിച്ചു പറയും അല്ലേ, ആ ഒരു ബാങ്കിൾ ഓഫർ ചെയ്യുന്നതിൻ്റെ അവരുടെ സന്തോഷത്തെ ഷോ ചെയ്യുന്ന ഒരു പോയം കൂടിയാണിത്. ദ പോയം ക്രിയേറ്റ് എ ലൈവ്ലി ഫെസ്റ്റീവ് മൂഡ്. എന്താണ്, അതായത് ഈ പോയം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ലൈവ്ലി ആയിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഫെസ്റ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിനെയാണ് എന്തത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു പോയത്തിൻ്റെ റൈമിങ് സ്കീം എന്ന് പറഞ്ഞത് എന്താണ്, AABBCC. അത് പോയം നോക്കിയാൽ അറിയാം. ആദ്യത്തെ ലൈനിൻ്റെ അവസാനം കണ്ടില്ലേ ബിയർ, സെക്കൻഡ് ലൈനിൻ്റെ അവസാനം ഫെയർ, ബിയർ ഫെയർ, ബ്രൈറ്റ് ലൈറ്റ്, ലൈന് വൈവ്, റിസ്റ്റ് മിസ്റ്റ്, ഡ്രീം സ്ട്രീം, ക്ലീവ്സ് ലീവ്സ്, കോൺ മോൺ, ഫയർ ഡിസയർ, ക്ലിയർ ടിയർ, ഗ്രേ മിഡ്വേ, ബ്ലസ്റ്റ് ബ്രസ്റ്റ്, പ്രൈഡ് സൈഡ് അല്ലേ. അപ്പം ആ ഒരു റൈമിങ് സ്കീം 4 സ്റ്റാൻസയിലും 6 ലൈൻസിൻ്റെയും റൈമിങ് സ്കീം എന്ന് പറഞ്ഞത് എന്താണ്, സെയിം ആണ് അല്ലേ. AABBCC ആണ് റൈമിങ് സ്കീം. ഈ പോയത്തിൻ്റെ ബാംഗിൾ സെല്ലേഴ്സിൻ്റെ റൈമിങ് സ്കീം പറഞ്ഞാൽ AABBCC. റൈമിങ് സ്കീം നോക്കുക എന്ന് പറഞ്ഞത് നമ്മളെ പോയത്തിൻ്റെ ലാസ്റ്റ് വേർഡുകൾ വെച്ചിട്ടാണ് അല്ലേ. ആദ്യ ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ്, സെക്കൻഡ് ലൈനിലെ ലാസ്റ്റ് വേർഡും സെയിം ആണ്, സെയിം പ്രൊനൗൺസിയേഷനാണ് തരത്തിലുള്ള എന്താണ്, ബിയർ ഫെയർ കണ്ടോ. അപ്പോൾ അതിനെയാണ് റൈമിങ് സ്കീം, അങ്ങനെയാണ് നോക്കുക. തീംസ്, വിമൺഹുഡ് സ്റ്റേജസ്. എന്താണ് ഇതിൽ കുറച്ച് തീമുകളുണ്ട് ഈ ഒരു ബാംഗിൾ സെല്ലേഴ്സിലെ. തീംസ് എന്ന് പറയുന്നത് എന്താണ്, വിമൺഹുഡ് സ്റ്റേജ്, അതായത് നമ്മൾ ആ ഒരു സ്ത്രീത്വത്തിൻ്റെ ആ സ്റ്റേജുകൾ, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വിമൺസ് ലൈഫ്. അതായത് ഇതെന്താണ് കാണിക്കുന്നത്, വിമൺഹുഡ് സ്റ്റേജസ് എന്ന് പറഞ്ഞത് എന്താണ്, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ വിമൺസ് ലൈഫ്. അതായത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസുകൾ. അതായത് ഡോട്ടർ ആയിട്ട് ഉണ്ട്, മാരീഡ് വിമൺ ഉണ്ട്, മദർ ഉണ്ട്, മെയ്ഡൻഹുഡ്, ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റേജുകളാണ് അല്ലേ. മാരേജ്, മദർഹുഡ്, മെയ്ഡൻഹുഡ്, ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ഓരോരോ കളേഴ്സുകളും ഇങ്ങോട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. മാരേജിൽ എന്താണ്, റെഡ് അല്ലെങ്കിൽ യെല്ലോ, മദർഹുഡിലേക്ക് വരുമ്പോൾ പർപ്പിൾ അല്ലെങ്കിൽ ഗോൾഡ്, മെയ്ഡൻഹുഡിൽ സിൽവർ ആൻഡ് ബ്ലൂ, അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, സെക്കൻഡ് തീം എന്ന് പറയുന്നത് കൾച്ചറൽ ട്രഡീഷൻ, അതായത് കൾച്ചറൽ ആയിട്ടുള്ള ആചാരങ്ങൾ. ബാംഗിൾ റിഫ്ലക്റ്റ് ഇന്ത്യൻ കസ്റ്റം ആൻഡ് ദ ഇമോഷണൽ എസെൻസ് ഓഫ് എ വിമൺഹുഡ്. ഈ വളകൾ എന്ന് പറഞ്ഞത് എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, വിമൺഹുഡിൻ്റെ ഇമോഷൻ്റെയും ഇന്ത്യൻ കസ്റ്റംസിനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, പാട്രിയാർക്ക് ഓർ റോൾസ്. അതായത് പാട്രിയാർക്ക് എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം, പുരുഷന്മാർ മുൻപന്തിയിൽ നിന്നുള്ള ആ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പാട്രിയാർക്ക് എന്ന് പറയാം. പിന്നെ റോൾസ്, അതായത് സ്ത്രീകളുടെ പലതരത്തിലുള്ള റോളുകൾ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാരേജ്, അതായത് മദർഹുഡ്, മെയ്ഡൻ, ഡോട്ടർ, വൈഫ്, അങ്ങനത്തെ കാര്യങ്ങളാണ് റോൾസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹിൻസ് അറ്റ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ഷോയിങ് വിമൺ സീൻ ത്രൂ ഫാമിലി റോൾസ്. അതായത് ഡോട്ടർ, വൈഫ്, മദർ, അതെന്താണ് ഈ ഒരു പാട്രിയാർക്ക് അല്ലെങ്കിൽ റോൾ എന്ന് പറഞ്ഞിട്ടുള്ള തീം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ഇറ്റ് ഹിൻസ് അറ്റ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, അതായത് സാമൂഹികപരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകളെയാണ് ഇത് ഹിൻഡ് ചെയ്യുന്നത് അല്ലേ. ഷോയിങ് വിമൺ സീൻ ത്രൂ ഫാമിലി റോൾസ്, അതായത് നമ്മളത് ഒരു സ്ത്രീനെ എങ്ങനെയാണ് കാണുന്നത്, ഒരു കുടുംബത്തിലുള്ള റോളുകളിലൂടെയാണ് ഒരു സ്ത്രീയെ കണക്കാക്കുന്നത്. കുടുംബത്തിലുള്ള റോളുകളായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മകള്, വൈഫ്, ഭാര്യ, പിന്നെ മദർ, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഒരു റോൾ അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറഞ്ഞത്. ജോയ് ആൻഡ് പ്രൈഡ്, ഫോർത്ത് തീം എന്ന് പറഞ്ഞത് ജോയ് ആൻഡ് പ്രൈഡ് അല്ലേ. ഡെസ്പൈറ്റ് ചാലഞ്ചസ് ദർ സെലിബ്രേഷൻ ഓഫ് വിമൺ സ്ട്രെങ്ത്, ബ്യൂട്ടി ആൻഡ് ഐഡൻറ്റിറ്റി. എന്താണ് സെലിബ്രേഷൻ, വിമണിൻ്റെ സ്ത്രീകളുടെ സ്ട്രെങ്ത്തിനെ അതേപോലെ ബ്യൂട്ടി ഐഡൻറ്റിറ്റിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ജോയും പ്രൈഡും ആയിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇത്രയാണ് കേട്ടോ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. സരോജിനി നായിഡു ആണ് ഫസ്റ്റ് യൂണിറ്റ്. ഈ ഒരു ബ്ലോക്ക് 3-ലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സരോജിനി നായിഡുവിനെ പറ്റിയാണ്. സരോജിനി നായിഡുവിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, എങ്ങനെയാണ് ഇംഗ്ലീഷ് റൈറ്റിംഗ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ സരോജിനി നായിഡുവിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്കെച്ച് പഠിച്ചു. പിന്നെ 3 പോയംസ്, പാലങ്കൻ ബിയറേഴ്സ്, ദ ബേർഡ് ഓഫ് ടൈം, പിന്നെ ബാംഗിൾ സെല്ലേഴ്സ്, ഈ 3 പോയംസും പഠിച്ചു. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ.